الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വന്നിരുന്നാൽ പെട്ടെന്ന് പരിപാടി തുടങ്ങണം. കാരണം സമയം കുറഞ്ഞ സമയമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ പെട്ടെന്ന് പരിപാടി കഴിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أغفر اللهم ثواب قراءتنا وبركة دعائنا إلى حضرة النبي مصطفى محمد وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين. اللهم بارك لنا في كل أمورنا سيما في اجتماعنا هذا يا رب العالمين بركة تامة كما باركت على عبادك الصالحين. اللهم انزل البركة والرحمة والخفة والسلامة في كل أمورنا سيما في اجتماعنا هذا يا أرحم الراحمين. بارك لنا في كل أمورنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم سيدنا محمد وعلى آله. ഈ വേദികൾ കൈകാര്യം ചെയ്യേണ്ട ആളുകളെ പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ പെട്ടെന്ന് വരണം. കാരണം സമയം വൈകിയാൽ വലിയ പ്രയാസം ഉണ്ടാവും. എല്ലാ ആളുകളും പെട്ടെന്ന് വന്ന് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ MLA സാറൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ ആളുകളും വന്ന് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കസ്റ്റമർ വിളിച്ചോ. ഈ ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ പ്രിയങ്കരനായ MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ അവറുകളാണ്. MLA അവറുകൾ സ്റ്റേജിലേക്ക് എത്തുന്നു. അതേപോലെ നേരത്തെ പേര് പരാമർശിക്കപ്പെട്ട മുഴുവൻ വ്യക്തികളും നമ്മുടെ സ്റ്റേജിലേക്ക് കയറിയിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ചടങ്ങിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കരീം MP സംസാരിക്കുന്നു. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, അതുപോലെ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന PM ചന്ദ്രേട്ടൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ സദസ്സിലുള്ള നാട്ടുകാരെ, നമ്മുടെ പുതുക്കിപ്പണിത തൊടുവളപ്പ് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന പരിപാടിയായ 2ാം സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ വിവിധ പരിപാടികളിലായി ഇതുവരെ നടന്നു വന്ന അതിൻ്റെ കൂടെയുള്ള ബഹുജന സംഗമമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ഏറെ കാലത്തെ സ്വപ്നമായിരുന്നു നമ്മുടെ പഴയ ജുമാ മസ്ജിദ് പൊളിച്ച് പുതിയ ഒരു മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ള ഈ നാട്ടുകാരുടെയും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുടെയും
അതിയായ ആഗ്രഹമായിരുന്നു ഇത് പുതുക്കിപ്പണിത്. അതുപോലെ തന്നെ എല്ലാവരുടെയും നല്ല കൂട്ടായ്മയിലും സഹകരണത്തിലും നല്ല ഇടപെടലിലും ഒരുപാട് ആളുകൾ അധ്വാനവും സമ്പത്തും അതുപോലെ തന്നെ നല്ല പ്രയത്നങ്ങൾ കൊണ്ട് നമ്മുടെ ഈ മനോഹരമായ ഈ പള്ളി ഇവിടെ നിർമ്മിച്ചു. ഉദ്ഘാടനത്തിന് വേണ്ടി നാളെ നമ്മുടെ പ്രിയങ്കരനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ഈ ബഹുജന കൂട്ടായ്മ ഇന്നിവിടെ നടക്കുകയാണ്. നമ്മുടെ നാട്ടിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇന്ന് ഇവിടെ ചേർന്ന ഈ ബഹുജന സംഗമത്തിൽ എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാവരെയും ക്ഷണിച്ച് വരുത്തി നല്ല ഒരു ഭംഗിയുള്ള ഒരു പരിപാടി ഇവിടെ നടത്തണമെന്ന് നമ്മുടെ സംഘാടക സമിതിയുടെ അതിയായ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട ഏകദേശ വ്യക്തിത്വങ്ങളും നമ്മുടെ വേദിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MLA ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന MLA വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ഇവിടെ എത്തുകയും അതുപോലെ തന്നെ എല്ലാ വ്യക്തിത്വങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതിലും നേരത്തെ ഇവിടെ എത്തിയത് നമുക്ക് വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഔപചാരിക ഇതിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മൾ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഉദ്ദേശമാണ്, കർത്തവ്യമാണ് എന്നിൽ ഏൽപ്പിച്ചത്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഈ ബഹുജന സംഗമത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് PC സൽമാൻ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ കമ്മിറ്റിയുടെ എളിയ സ്വീകരണം സ്വീകരിച്ച് ഏറ്റെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ MLA KP കുഞ്ഞമ്മദ് മാസ്റ്ററെ ഈ യോഗത്തിലേക്ക് ആർദ്രവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന VN ചന്ദ്രേട്ടൻ, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ എത്തിച്ചേരാനെന്നേറ്റ TT ഇസ്മായിൽ സാഹിബ്, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK മോഹൻദാസ് മാസ്റ്റർ, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ഏറെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന KC മുജീബ് റഹ്മാൻ സാഹിബ്, അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന PK സുരേഷ് മാസ്റ്റർ, PP മൊയ്തു സാഹിബ്, PP ചന്ദ്രൻ മാസ്റ്റർ, K പ്രകാശ് മാസ്റ്റർ, TV കുഞ്ഞമ്മദ്, CV അഹമ്മദ് ഹാജി, എല്ലാവരെയും ഈ വേദിയിലേക്ക്, അതുപോലെ തന്നെ K അഷ്റഫ് മാസ്റ്റർ, C ജമാൽ, MKC കുഞ്ഞബ്ദുള്ള, വരുൺ മാസ്റ്റർ, രാജൻ മൊട്ടന്തറ, റോഫ് TV, അതുപോലെ വിനീത് ഇട്ടൂര്, എല്ലാവരെയും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പൂർവ അധ്യാപകനും HM പിരിഞ്ഞ നമ്മുടെ എല്ലാവരുടെയും ഗുരുനാഥന് കൂടിയായ നമ്മുടെ വിശ്വനാഥൻ മാസ്റ്റർ, അതുപോലെ രാധാകൃഷ്ണൻ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ വിശ്വനാഥ് മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാവരെയും ഈ യോഗത്തിൽ പങ്കെടുത്ത TK കുറ്റ്യാലി, ഹാഷിം നമ്പാട്ടിൽ, അതുപോലെ തന്നെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്. ഈ ബഹുജന സംഗമത്തിന്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട MLA ആദരപൂർവം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു.
ബഹുമാന്യനായ അധ്യക്ഷൻ സൽമാൻ PC, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായ കരീം, വേദിയിൽ ഉപവിഷ്ടരായ ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, പണ്ഡിതവര്യന്മാർ, നന്ദി രേഖപ്പെടുത്തുന്ന റൌഫ് TV, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷകരമായൊരു മുഹൂർത്തമാണിത്. നമ്മുടെ നെട്ടൂരിലെ ഈ ചരിത്രപ്രസിദ്ധമായ തൊടുവളപ്പ് ജുമാ മസ്ജിദ് ഔപചാരികമായ ഉദ്ഘാടനം നാളെ നടക്കാൻ പോകുക. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇത്തരമൊരു പൊതുവേദി സംഘടിപ്പിച്ച ഭാരവാഹികളോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുക. നമ്മുടെ നാട്ടിലും രാജ്യത്തും നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇത്തരം കൂടിച്ചേരലുകളും പൊതുവേദികൾക്കും പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. ഒരു ഗ്രാമത്തിലെ, ഒരു പ്രദേശത്തെ ഏത് ആരാധനാലയങ്ങളായാലും അത് ആ പ്രദേശത്തിന്റെ ചരിത്ര സ്മാരകങ്ങളാണെന്ന് നമുക്കറിയാം. ഇവിടെ ഈ തൊടുവളപ്പിൽ പള്ളി വളരെ മനോഹരമായ രൂപത്തിൽ, ശില്പഭംഗിയിൽ തന്നെ, കാഴ്ചയിൽ തന്നെ ഏറ്റവും മനോഹരമായ സൗധം നിർമ്മിക്കാൻ, പള്ളി നിർമ്മിക്കാൻ തയ്യാറായ ഭാരവാഹികളോട് പ്രത്യേകം അവരെ അഭിനന്ദിക്കേണ്ടത് ഉണ്ട്. അതോടനുബന്ധിച്ച് തന്നെ ഇത്തരമൊരു സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചതിലും പ്രത്യേകമായ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പണ്ടൊക്കെ എല്ലാ വിഭാഗം ആൾക്കാരും കൂടിച്ചേരുന്ന വേദികളും ആശയങ്ങൾ പങ്കുവെക്കുന്ന ഇടങ്ങളും വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഇന്ന് അത് കുറഞ്ഞു വരുന്നു എന്നത് ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് ഇത്തരം ഒരു സദസ്സ് സംഘടിപ്പിച്ചവരെ എത്ര അനുമോദിച്ചാലും മതിയാവില്ല. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നാം ഒട്ടും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നടപടികളും നടന്നു മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഇത്രയധികം മതങ്ങളും ജാതികളും ഉപജാതികളും ഉപോപജാതികളും, ഭാഷയും വേഷങ്ങളും ജീവിത രീതികളും ചര്യകളും നിലനിൽക്കുന്ന ഒരു രാജ്യം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ നാമെല്ലാം തന്നെ ഇന്ത്യക്കാർ എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. മതാടിസ്ഥാനത്തിലുള്ള പല രാജ്യങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിലും ഇന്ത്യയായി തന്നെ തലയുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ കൂടിച്ചേർന്ന് മുന്നോട്ടു പോകുന്നതിന്റെ അടിസ്ഥാനം നമ്മുടെ രാജ്യം അംഗീകരിച്ച ഭരണഘടനയാണ് എന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഏത് മതത്തിലും വിശ്വസിക്കാനും അവർ ഇഷ്ടപ്പെടുന്ന ആരാധന നടത്താനും ആചാരക്രമങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഉറപ്പ് ഭരണഘടന നൽകുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷ സംസാരിക്കാം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം, ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാം, ഇഷ്ടപ്പെട്ട സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാം. ഇതൊക്കെ വ്യക്തിപരമായ അവകാശമായി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നു എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരു വിശ്വാസവും മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാതിരുന്നാൽ മതി. ആ രൂപത്തിൽ എല്ലാവരുടെയും വ്യക്തിപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നമ്മുടെ ഭരണഘടന ശക്തമായി തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നാൽ ആ ഭരണഘടനയ്ക്ക് വെല്ലുവിളി ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇക്കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. നമ്മുടെ രാജ്യത്ത് ചില വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ പീഡനത്തിന് വിധേയമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയും. ഈ കേരളക്കരയിൽ ജീവിക്കുന്ന നമുക്കൊന്നും ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള നടപടികൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുകയാണ്. വിരോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ജനവിഭാഗം ഉണ്ടെങ്കിൽ അവർക്കെതിരായി ഒരു കേസ് കൊടുക്കുക, ഒരു വെള്ളക്കടലാസിൽ എഴുതി കൊടുക്കുക. അന്ന് രാത്രി തന്നെ അവരുടെ വീടും ആരാധനാലയങ്ങളും കിടപ്പാടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ബുൾഡോസർ വെച്ച് നിരത്തുക. സാധാരണഗതിയിൽ ഇത്തരം അക്രമത്തിൽ നിന്നും സംരക്ഷണം നൽകേണ്ടത് പോലീസും ബന്ധപ്പെട്ട അധികാരികളുമാണെന്ന് അറിയാം. അവരിൽ നിന്ന് ന്യായമായ സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഈ ഒരു ഗൗരവതരമായ സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടെന്നറിയാം.
മുസ്ലിം ജനവിഭാഗത്തിനെതിരായി, ക്രിസ്ത്യൻ ജനവിഭാഗത്തിനെതിരായി, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായി, സ്ത്രീകൾക്കെതിരായി വ്യാപകമായ രൂപത്തിലുള്ള അതിക്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പല ഘട്ടങ്ങളിലും ഇടപെട്ട് ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആജ്ഞാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ആജ്ഞാപിച്ച കാര്യങ്ങൾ പോലും പ്രായോഗിക തലത്തിൽ വരുന്നില്ലെന്നുള്ള ഒരു ഗൗരവമായ വിഷയം ഉണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ള സഹോദരന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാം മനസ്സിലൊരു ധാരണ വേണം. നാം എല്ലാം തന്നെ ഇന്ത്യ രാജ്യത്ത് ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനമായ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ യജ്ഞം നാം നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മതേതരത്വവും ജനാധിപത്യവും ഫെഡറലിസവുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്നെല്ലാവർക്കും അറിയാം. സുശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുഖ സൗകര്യ സമേതം സാഹോദര്യ സമേതം ജീവിക്കാനുള്ള ഉറപ്പും, ആ ഉറപ്പ് ഒരു ഘട്ടത്തിലും ലംഘിക്കപ്പെട്ടുകൂടാ. ലംഘിക്കപ്പെടുന്ന അവസ്ഥകൾ പല ഭാഗത്തും നിലനിൽക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇത്തരം നിലപാടുകൾക്കും നടപടികൾക്കുമെതിരായിട്ടുള്ള ഒരു മതേതരമായ ഐക്യം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് നാം പ്രത്യേകിച്ചും ചൂണ്ടിക്കാണിക്കണം. അടുത്തയിടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ സാമൂഹ്യ അവസ്ഥയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വരികയുണ്ടായി. ആ റിപ്പോർട്ടിൽ ഒരു ദശാബ്ദക്കാലത്തിനിടയിൽ ഈ കേരളത്തിൽ ഒരു വർഗീയ കലാപങ്ങളോ ജാതീയ സംഘർഷങ്ങളോ ഉണ്ടാകാത്ത ഒരു സംസ്ഥാനമായി എടുത്തു പറഞ്ഞു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും നടക്കുന്നത് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇല്ല. പക്ഷെ അതൊരൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞ് നമുക്ക് സമാധാനിപ്പിച്ച് മുന്നോട്ട് പോയിക്കൂടാ. ആ അവസ്ഥയെയും തകിടം മറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്ന് നാം കാണണം. അതീവ ജാഗ്രത ഇക്കാര്യത്തിൽ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരു വേദിയിൽ അണിചേർന്നുകൊണ്ട് അത്തരത്തിൽ രാജ്യത്തും ഏത് പ്രദേശത്തും നടക്കുന്ന അത്തരം നടപടികളെ മുഴുവനും കൂട്ടായി നിന്നുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം, നേരിടാൻ കഴിയണം, പരാജയപ്പെടുത്താൻ കഴിയണം. ജനങ്ങളുടെ ഐക്യത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. എല്ലാ മതങ്ങളും നല്ലതേ ഉദ്ഘോഷിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് അറിയാം. ഇസ്ലാം മതമാണെങ്കിൽ മനുഷ്യ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനമാണെന്ന് അറിയാം. എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏത് ഏടുകൾ മറച്ചു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വാസിയെയും അവിശ്വാസിയെയും എല്ലാം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. നബിചര്യകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ രൂപത്തിൽ തന്നെ എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒന്നായി ചേർത്തുകൊണ്ട് ഇന്ന് മനുഷ്യ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ വളരെ ശക്തമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായും ഈ കൂട്ടായ്മ മതേതരത്വവും ജനാധിപത്യവും ഫെഡറലിസവും നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ കൂട്ടായി ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതുവേദി എന്ന നിലയിൽ തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. തീർച്ചയായും മഹല്ല് ഭാരവാഹികൾ ഇത്തരം ഒരു വേദി ഉണ്ടാക്കിയതിൽ അങ്ങേറ്റം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ മേഖലകളിൽ മുഴുവനും മനുഷ്യർ തമ്മിലുള്ള പരസ്പര ഐക്യവും യോജിപ്പും ഊട്ടി വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. സമൂഹത്തിൽ ഒരുപാട് അധസ്ഥിതർ, പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ടെന്നറിയാം. ആ പ്രയാസം അനുഭവിക്കുന്നവരെ മുഴുവനും നമ്മൾ കൂട്ടായി ചേർന്നുകൊണ്ട് സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് മാതൃകാപരമായ പ്രവർത്തനം. അതിൽ മഹല്ല് കമ്മിറ്റികളും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളും വലിയ രൂപത്തിലുള്ള പങ്ക് നിർവഹിച്ച് വരുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ പ്രവാസികളുടെ പങ്ക് നാം എടുത്ത് പറയേണ്ടതാണ്. കേരളത്തിൽ ഉൽപാദന രംഗത്ത് പുറകോട്ടാണെങ്കിലും മനുഷ്യ ജീവിതം പുരോഗതിയും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ പ്രവാസികൾ വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് കാണേണ്ടതുണ്ട്. കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുന്ന പണമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളീയന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലുള്ള ആരാധനാലയങ്ങളും നാട്ടും പ്രദേശത്ത് നടക്കുന്ന സേവന പ്രവർത്തനങ്ങളിലും ഇതിലെല്ലാം തന്നെ അവരുടെ പങ്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്.
ഇനിയും അത്തരം സംരംഭങ്ങൾ, കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി കൂടി നാം ഇനിയും കുറെ കൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ സന്തോഷ മുഹൂർത്തത്തിൽ ഇത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ കാണുന്ന മനോഹരമായ മസ്ജിദ് നമുക്ക് വേണ്ടി മനോഹരമായി പണി തീർത്തു തന്ന, ഇതിന് 2 വർഷക്കാലം ഇതിന്റെ പിന്നിൽ രാപ്പകൽ അധ്വാനിച്ച പ്രിയപ്പെട്ട ഇതിന്റെ വർക്കേഴ്സ്, അതേപോലെ കോൺട്രാക്ടർമാർ, ഇവരെ അതിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്മാർ, ഇവരെ പ്രിയപ്പെട്ട ഇവർക്കുള്ള അവാർഡുകൾ, ഗിഫ്റ്റുകൾ പ്രിയപ്പെട്ട MLA നൽകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനരെ, മനോഹരമായ ഈ മസ്ജിദിന്റെ വർക്ക് പൂർത്തിയാക്കിയ, നേരത്തെ സൂചിപ്പിച്ച ഏകദേശം 2 വർഷത്തോളം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ രൂപത്തിൽ സംവിധാനിച്ച തൊഴിലാളികളെ മഹല്ല് കമ്മിറ്റിയും അതേപോലെ നിർമ്മാണ കമ്മിറ്റിയും ഈ നാട്ടുകാരും ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA അത് വിതരണം ചെയ്യും. ഈ പള്ളിയുടെ കാർപ്പന്റർ വർക്ക് വളരെ ഭംഗിയായി നടത്തിയ അരൂരിലുള്ള അശോകേട്ടൻ, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മഹല്ല് ഭാരവാഹികളോട് വരാൻ MLA ആവശ്യപ്പെടുന്നുണ്ട്. അബ്ദുൽ ഹാജി, സെക്രട്ടറി ഷെരീഫ് മാസ്റ്റർ. സഹ കാർപ്പന്റർ രവിയേട്ടൻ. ഈ മസ്ജിദിന്റെ ചുമരിന്റെ കെട്ടും അതേപോലെ ഇതിന്റെ പ്ലാസ്റ്ററിങ്ങും വളരെ ഭംഗിയായി പൂർത്തീകരിച്ച വലിയൊരു ടീമുണ്ട്. ആ ടീമിന്റെ സൂപ്പർവൈസർ സയ്യിദുൽ ഇസ്ലാം. ഇതിന്റെ ഇലക്ട്രിക്കൽ വർക്ക് മനോഹരമായ, ഇതിന്റെ ലൈറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ക്രമീകരിച്ച ജിതേഷ് എടച്ചേരി. ഈ 2 വർഷക്കാലം നമ്മുടെ തൊഴിലാളികൾക്ക് രാവും പകലും ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കൃത്യമായി വിതരണം ചെയ്ത, ദീർഘകാലം നമ്മുടെ വട്ടക്കണ്ടിപ്പാറയിൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന OT ശശി. ഈ 2 വർഷക്കാലം ഓരോ ദിവസവും നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു താഴ്ന്ന പ്രദേശത്തെ മണ്ണ് ഫില്ലിങ്ങും അതേപോലെ JCB വർക്കുകളൊക്കെ വളരെ കൃത്യമായി ചെയ്തു തന്ന, സമയബന്ധിതമായി ചെയ്തു തന്ന രജീഷ് പാറച്ചാലിൽ. ഇലക്ട്രിക്കൽ വർക്കിന്റെ കോവർക്കേഴ്സ്
അഭിഷേക് എടച്ചേരി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ. അതേപോലെ ഇതിന്റെ ലാൻഡ്സ്കേപ്പിന്റെ ഇതിന്റെ ബോർഡർ പാറക്കല്ല് കൊണ്ടും മറ്റു കെട്ടുകളൊക്കെ കൃത്യമായി സംവിധാനിച്ച രവിയേട്ടൻ. എഞ്ചിനീയേഴ്സും അതിന്റെ അസോസിയേറ്റ് ടീമിനെയും ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന പരിപാടിയിൽ അനുമോദിക്കും. ഏതായാലും ഇപ്പം ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങിയ ഈ നാട് ഒരിക്കലും നിങ്ങളെ മറക്കില്ല. കൃത്യമായിട്ട് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് ഈ 2 വർഷക്കാലം നമ്മുടെ ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിൽ പങ്കുചേർന്നവരാണ്. ഈ നാട് ഏത് കാലത്തും നിങ്ങളെ ഓർത്തിരിക്കും. ഓക്കെ, താങ്ക് യു MLA. പ്രിയമുള്ളവരെ, ഒരു അഭ്യർത്ഥന കൂടി ഈ മഹല്ല് നിവാസികളോടായി, ഈ പ്രദേശത്ത് കൂടിച്ചേർന്ന മഹല്ല് നിവാസികൾ, ഈ പ്രദേശത്തുള്ള ജനങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമ്മുടെ ഈ മനോഹരമായ മസ്ജിദിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ എന്ന് പറയാം ഒരു LP സ്കൂളുണ്ട്. നമുക്കതുകൂടി പുനരുദ്ധരിക്കണം. ഞാനതിന്റെ പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മളെല്ലാം കൂട്ടായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനോഹരമായ, നമ്മളൊരു ചരിത്ര സ്മാരകമാണ് ആ സ്കൂൾ. അതിന്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ആവശ്യമായ സഹായങ്ങൾ എല്ലാവരും ചെയ്യണം. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന പ്രശ്നമുണ്ട്, സൗകര്യമില്ലാത്ത പ്രശ്നമുണ്ട്. അതിനൊക്കെ പരിഹാരം കാണാൻ നാം ഒന്നായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതുകൂടി നിങ്ങളുടെ പ്രധാന അജണ്ടയിൽ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ നിട്ടൂർ തൊടുവളപ്പ് ഖത്തർ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ സൽമാൻ PC സംസാരിക്കും. അതിനായി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കുറ്റ്യാടി നിയോജക മണ്ഡലം MLA കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ PM ചന്ദ്രേട്ടൻ, ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ TK മോഹൻദാസ് മാസ്റ്റർ, KC മുജീബ് റഹ്മാൻ, PK സുരേഷ് മാസ്റ്റർ, VP മൊയ്തു സാഹിബ്, VP ചന്ദ്രൻ മാസ്റ്റർ, അതേപോലെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, നെട്ടൂർ തൊടുവളപ്പ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ ദിനങ്ങളാണ് ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇവിടെ നടക്കുകയുണ്ടായി. ഈ പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകുന്നേരം ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ബഹുജന സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി മത നേതാക്കന്മാർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പൂർവികരായ ആളുകൾ നമുക്ക് കൈമാറിയ സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നമ്മൾ അത് കാത്തു സൂക്ഷിച്ച് വരുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇവിടെ വിളിച്ചപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടി മത അധ്യക്ഷന്മാർ എല്ലാവരും ഇവിടെ എത്തിയത് അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. നമുക്കറിയാം, ഒരു മസ്ജിദ് എന്നാൽ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലുള്ള മത സാമൂഹിക സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ഈ മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച അന്ന് മുതൽ തന്നെ ഈ നാട്ടിലുള്ള ആഭാരവൃതം ജനങ്ങളും ഇതോടൊപ്പം സഹകരിച്ച് അന്ന് മുതൽ തന്നെ നമ്മുടെ ബഹുമാന്യനായ ശ്രീധരേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് അപ്പവും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഇന്ന് വരെ ഇതിന്റെ ഉദ്ഘാടന സമയം വരെയും
ഒരു കാരണവരെ പോലെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ മസ്ജിദ് ഇവിടെ പടുത്തുയർത്താൻ സാധിച്ചത്. ഇന്നലെ രാവിലെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, അവിടെ ഇവിടെയുള്ള മാധു എടുത്ത് രാവിലെ തന്നെ വന്ന് ഇതിനാവശ്യമായ ഒരു ഫണ്ട് സംഭാവന നൽകി പ്രസിഡന്റിനെ ഏൽപ്പിച്ചു പോകുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിഞ്ഞു. തൊട്ടടുത്ത് തന്നെ ഇവിടെ തന്നെയുള്ള മറ്റു ഒരുപാട് സ്ത്രീകൾ ഇതിനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ, പഞ്ചസാര, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ പള്ളിക്ക് വേണ്ടി ഇവിടെ ഏൽപ്പിക്കുകയും ഇവിടുത്തെ ഒരു മത സാഹോദര്യം നിലനിർത്താൻ വേണ്ടി അവരെല്ലാവരും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ നീട്ടി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് KPCCയുടെ മെമ്പർ അഭിവന്ദ്യനായ VM ചന്ദ്രൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ. ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ ഈ തൊടുപുഴ പ്രദേശത്തെയും ഇതിൻ്റെ ചുറ്റുമുള്ള നല്ലവരായ നാട്ടുകാരെ, ഇവിടെ ഒരു നല്ല മസ്ജിദ്, ഞാൻ എൻ്റെ ഒരു 10-40 വർഷം മുമ്പ് ഇതിലെ കടന്നു പോകുമ്പോൾ കാണുന്ന പഴയ തൊടുപുഴപ്പിലെ ഒരു മസ്ജിദ് മാറി മനോഹരമായി ആധുനിക കാലഘട്ടത്തിലെ ചര്യയോടൊപ്പം സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു മസ്ജിദായി മാറുന്ന സാഹചര്യത്തിൽ ഏറെ സന്തോഷമുണ്ട്. ഈ സൗഹൃദ സമ്മേളനം, ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഇതിന്റെ സംഘാടകൻ കൂടിയായ ശ്രീ സൽമാൻ, സദസ്സിലുള്ള വേദിയിലുമുള്ള ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ, ഒരു നല്ല മുഹൂർത്തത്തിൽ കൂട്ടായിരിക്കുവാൻ തൽപരതയോടുകൂടി തന്നെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, ഈ പരിപാടി ഔപചാരികമായി നമ്മുടെ പ്രിയപ്പെട്ട MLA ഇവിടെ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 ദിവസമായി വിവിധങ്ങളായ പരിപാടികളോടെ നാളെ ഈ മസ്ജിദ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരു സൗഹാർദ്ദ കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായ മതവിശ്വാസികൾ, അതുപോലെ തന്നെ വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ കൂട്ടായ്മകൾ, ഇതിൻ്റെയൊക്കെ ഒരു വേദിയാക്കി മാറ്റുവാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിന്റെ തൽപരരായ നല്ല കക്ഷികൾ ഒരു നല്ല സാമൂഹ്യ മുഹൂർത്തത്തിലേക്ക് ഈ പള്ളിയുടെ ഉദ്ഘാടനം എത്തിക്കുവാൻ സാധിച്ചതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഒരു തൊട്ടടുത്തുള്ള സ്കൂളിന്റെ അങ്കണത്തിലാണെന്ന രീതിയിൽ ശ്രീ MLA ഇവിടെ പറയുകയുണ്ടായി. പഴയ പള്ളിയും പഴയ സ്കൂളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരാനും കാണുവാനും ഒക്കെ സാഹചര്യമുണ്ടായ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഈ പള്ളിയുടെ അങ്കണത്തിൽ തന്നെ സ്കൂളും, സ്കൂളിന്റെ അങ്കണത്തിൽ തന്നെ പള്ളിയും എത്രയോ കാലമായി പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന വിവിധ മേഖലകളിലുള്ള 2 സംവിധാനമായി പോകുന്നു. വിശ്വാസികളെ അവരുടെ വിശ്വാസ സംവിധാനത്തിനനുസരിച്ച് വളർത്തിയെടുക്കുവാനും, അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെ
വിദ്യ അഭ്യസിക്കുവാനുമുള്ള ഒരു സൗഹൃദ കേന്ദ്രമായി ഈ തൊടുവളപ്പിൽ പള്ളിയും സ്കൂളും ഒക്കെ മാറുന്ന ഒരു സാഹചര്യം ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ആധുനികമായ നാട്ടിന്റെ പെരുമക്കനുസരിച്ച് നമ്മുടെ ദേവാലയങ്ങളും അതുപോലെ പള്ളികളും ചർച്ചകളും ഒക്കെ പഴയ കാലത്തും അപേക്ഷിച്ച് ഒരു പുതിയ സാമൂഹ്യ സാഹചര്യത്തിലേക്ക് ഉയർന്നു വരുന്ന സംവിധാനത്തിലാണ് നാട്ടിലെ ഏറെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ. അവിടെയൊക്കെ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരം സംരംഭങ്ങളിലുള്ള കൂട്ടായ്മ, നേരത്തെ ചിലപ്പോൾ സംരംഭങ്ങളിൽ കൂട്ടായ്മ ഉണ്ടാകുമായിരുന്നില്ല, പക്ഷേ സൗഹൃദം വളരെ നല്ല രീതിയിൽ പോയ ഒരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ നാടിന്റെ അന്തരീക്ഷം. ഇപ്പോ ഇതിന്റെ ഇത്തരം പള്ളികളും അതുപോലെ മറ്റു ദേവാലയങ്ങളുമൊക്കെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ആ സമൂഹത്തിലെ വിവിധ മതങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് യോജിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കാര്യമാണ് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഏറെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇനിയും നമുക്ക് സാധിക്കണം എന്നതാണ് ഇപ്പോഴത്തെ ഈ കൂട്ടായ്മയുടെയൊക്കെ പ്രതീകാത്മകമായ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ തൊടുവളപ്പ് പള്ളിയുടെയും അതുപോലെ തൊടുവളപ്പ് വിവിധ മതങ്ങൾ വിശ്വാസങ്ങളുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ അതുണ്ടാക്കിയെടുക്കുവാൻ ഇത്തരം സംരംഭങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന, ആ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ ചിലപ്പോൾ ഒരു ഭക്ഷണത്തിന് വേണ്ടി തീ പുകയാത്ത വീടുകൾ പോലും പഴയ കാലങ്ങളിലുണ്ടായിരുന്നു. അതൊക്കെ മാറി നമ്മുടെ നാട് ഒരു കൂട്ടായ്മയുടെ ഭാഗമായി അത് ഉയർന്നു വന്ന സാഹചര്യം, മതവിശ്വാസങ്ങൾക്കപ്പുറത്തുള്ള ഒരു കൂട്ടായ്മ അതുണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിന്റെ കാലികമായ സാഹചര്യം. ആ സാഹചര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൂട്ടായി പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരം വിശ്വാസത്തോടുകൂടി അതിനെ ബഹുമാനിക്കുവാനും അതിന് ആ അംഗീകാരത്തെ എല്ലാം പരസ്പരമായി കോർത്തിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനും സാധിക്കുന്ന രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ ഒട്ടേറെ ആളുകൾ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഈ കൂട്ടായ്മ ഒരു മാതൃകാപരമായ ദർശനത്തോടു കൂടി കാണുവാനും അത് നാട്ടിന്റെ ഒരു പുതിയ നാളെയുടെ കാൽവെപ്പായി ഇതിനെ മാറ്റുവാനും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും മുമ്പോട്ട് പോകുവാൻ ഈ സദസ്സിന് സാധിക്കണം. അതുപോലെ തന്നെ ദീർഘമായ 2 വർഷക്കാലം കൊണ്ട് അതിന്റെ പാരമ്യതയ്ക്കെത്തിയ ഈ തൊടുവളപ്പ് പള്ളിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ, അതിന്റെ സൗഹൃദ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ ഏറെ സംതൃപ്തനാണ്. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഈ പള്ളി ഒരു ആശ്രയമായി മാറുവാനും അത് എല്ലാവർക്കും ഒരു വിശ്വാസം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അത് ഊട്ടിയുറപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വേദിയായി ഇതൊക്കെ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ചടങ്ങിന് ആശംസ നേർന്നുകൊണ്ട് കുറ്റ്യാടി പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് മോഹൻദാസ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രഗത്ഭരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മറ്റ് നാട്ടുകാർ, ഈ തൊടുവളപ്പിൽ പള്ളി ഏറ്റവും പ്രൗഢഗംഭീരമായ അതിൻ്റെ ഒരു കെട്ടിടം അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന കാര്യത്തിൽ അതിയായ സന്തോഷമുണ്ട്. നിരന്തരമായി ഈ ഭാഗങ്ങളിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തകനായും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്കെല്ലാം തന്നെ ഇവിടെ വരുമ്പോൾ
ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വളരെ സൗഹാർദ്ദത്തോടു കൂടി ഇവിടെയുള്ള ഇത്തരം സ്ഥാപനങ്ങൾ അത് ഒരു മത സൗഹാർദ്ദപരമായ, രാഷ്ട്രീയ സൗഹാർദ്ദപരമായ അല്ലെങ്കിൽ മറ്റ് വിദ്വേഷങ്ങളൊന്നും ഇല്ലാത്ത കേന്ദ്രങ്ങളായി സമാധാനത്തിൻ്റെയൊക്കെ മാർഗങ്ങളിൽ സമുദായത്തെയും ബഹുജനങ്ങളെയെല്ലാം നയിക്കാൻ ഉതകുന്ന രൂപത്തിലേക്കുള്ള ആർജവമുള്ള മഹല്ല് കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും ഒക്കെ ആയി വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നേരത്തെ MLA സൂചിപ്പിച്ച പോലെ പല വിധത്തിലുള്ള വിദ്വേഷങ്ങളും അക്രമങ്ങളും അതേപോലെയുള്ള മറ്റ് നാടിൻ്റെ സമാധാനം തകർക്കുന്ന രൂപത്തിലുള്ള വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള അതിനാവശ്യമായിട്ടുള്ള രൂപത്തിൽ മതഗ്രന്ഥങ്ങളെയും മതവിശ്വാസങ്ങളെയെല്ലാം തന്നെ ആ രൂപത്തിലേക്ക് ചിന്തിപ്പിക്കാൻ ഉതകുന്ന രൂപത്തിലേക്കുള്ള വലിയ ഇടപെടലുകൾ പല മേഖലകളിലും നടക്കുകയാണ്. അപ്പൊ അത്തരം ശക്തികൾക്ക് ഇടം കൊടുക്കാതെ നമ്മുടെ ആരാധനാലയങ്ങളെ മതസൗഹാർദ്ദത്തിന്റെ സമാധാനത്തിന്റെ വേദികളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള കമ്മിറ്റികളായി മഹല്ല് കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും ഒക്കെ മാറിയിട്ടുണ്ട്, മാറണം. അതീവ ജാഗ്രത. അത്തരം ഛിദ്രശക്തികൾ, നാടിന്റെ സമാധാനം തകർക്കുന്ന ശക്തികൾ, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ മറ്റേതെങ്കിലും വിഷയത്തിന്റെ പേരിലായിക്കോട്ടെ, അത്തരത്തിലുള്ള സംഘടനകളും വ്യക്തികളും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പൊതുസ്ഥാപനങ്ങളുടെ ഭാഗമായി അതിൽ നുഴഞ്ഞു കയറി അതിനെ ആധിപത്യം സ്ഥാപിക്കുന്നതിനെതിരായി നമ്മളെല്ലാം, ബഹുജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ നാട് വളരെ മാറുകയാണ്. ആ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റം എല്ലാ മതവിശ്വാസികളിലും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളിലും എല്ലാം തന്നെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റം നല്ലതിനാവണം എന്നുള്ളതാണ് മുഖ്യമായും ഇവിടെ നേരത്തെ ഉദ്ഘാടകനും അതുപോലെ ശ്രീ VM ചന്ദ്രനും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ആരാധനാലയങ്ങൾ പൊതുവിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെത് മാത്രം അല്ല എന്നുള്ളത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ മതസ്ഥാപനങ്ങളും പല ഘട്ടങ്ങളിലും അന്യമതസ്ഥർക്ക് ആശ്രയമരുളുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കേരളം നേരിട്ടിട്ടുള്ള വളരെ പ്രതികൂലകരമായ സാഹചര്യങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന പ്രളയ കാലഘട്ടം. ഇപ്പൊ അടുത്ത് വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ, ആ പ്രളയ സമയത്തും അതുപോലെ ഉരുൾപൊട്ടലിന്റെ സമയത്തുമെല്ലാം അവിടെ ആശ്രയമായി വീട് നഷ്ടപ്പെട്ടവർക്ക്, അതേപോലെ തന്നെ മറ്റ് പല രൂപത്തിലുള്ള പ്രയാസം അനുഭവിച്ചവർക്ക് ആശ്രയമായി മാറിയിട്ടുള്ളത് അതിന്റെ ഏറ്റവും അടുത്തുള്ള മതസ്ഥാപനമാണ്. അത് ചിലപ്പോ മദ്രസ ഹാളായിരിക്കും, അല്ലെങ്കിൽ പള്ളിയുടെ അങ്കണമായിരിക്കും, അല്ലെങ്കിൽ അമ്പലത്തിന്റെ ചേർന്നുള്ള ഭാഗമായിരിക്കും, ചർച്ചിന്റെ ഭാഗമായിട്ടുള്ള അത്തരത്തിലുള്ള ഹാളുകളെല്ലാം തന്നെ ഈ പ്രളയഘട്ടങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളും അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ബോർഡുള്ള ചില അത്യാവശ്യം ചില മതസ്ഥാപനങ്ങൾ ഇപ്പോഴും നാട്ടിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വേലിക്കെട്ടുകളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് കയറിക്കടക്കാനില്ലാതെ അർദ്ധരാത്രിയിൽ പ്രളയം വന്ന് എല്ലാവരെയും, എല്ലാ വീടുകളും തകർത്ത്, അതിന് ഹിന്ദു എന്നോ മുസൽമാനെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരെ ഉൾക്കൊള്ളാനുള്ള മാനസികമായിട്ടുള്ള, അവിടെയാണ് യഥാർത്ഥ മത സ്ഥാപനങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത്. നമ്മുടെ നാട് ആ രൂപത്തിലേക്ക് മാറുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പൊ ആ രൂപത്തിലേക്ക് നമുക്ക് പള്ളിയും അമ്പലവും എല്ലാം മാറാൻ കഴിയണം. ഇതിന്റെ തൊട്ടടുത്താണ് കോറോത്ത് ചാൽ ക്ഷേത്രം. അവിടെ അടുത്ത മാസം ആഘോഷം നടക്കുകയാണ്. എല്ലാ സമയത്തും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അവിടെയും ഒരു സാംസ്കാരിക പരിപാടി എന്നുള്ള നിലക്ക് ഇവിടെയുള്ള വാർഡ് മെമ്പർ കരീബിനെയും അല്ലെങ്കിൽ ഏതാണോ വാർഡ് മെമ്പർ അത് ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് നോക്കാതെ എല്ലാ മതത്തിൽപ്പെട്ടവരെയും വെച്ചുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു ആരാധനാലയമാണ് തൊട്ടടുത്തുള്ളത്. നമ്മുടെ ഈ തൊടുവളപ്പിൽ പള്ളിയും അതുപോലെ തന്നെ മറ്റു ധാരാളം പള്ളികളിൽ നടക്കുന്ന ചടങ്ങുകളിലൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല ലക്ഷണമാണ്. ആ ലക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ചെറിയ കുട്ടികളെ കൂടി അതിലേക്ക്, നാടിന്റെ മതസൗഹാർദ്ദത്തിലേക്ക് നയിക്കുന്ന രൂപത്തിലേക്ക്, മതവും ജാതിയും എല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മൾ ചിലപ്പോ അന്യമതസ്ഥരെയും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും.
എല്ലാ ആരാധനാലയങ്ങളും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി മാറും. ഇപ്പൊ ചില അമ്പല കമ്മിറ്റികളൊക്കെ കല്ലേരി അവിടെയുള്ള ക്ഷേത്രമൊക്കെ ഇപ്പോ വലിയ തോതിൽ പിന്നെ ക്യാൻസർ ബാധിതരും അതുപോലെ മറ്റ് പല രൂപത്തിലുള്ള രോഗങ്ങളൊക്കെ ബാധിച്ചുള്ള വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ എല്ലാം തന്നെ സഹായിക്കുന്ന രൂപത്തിലേക്കുള്ള മാറിയിട്ടുള്ള അമ്പല കമ്മിറ്റികളെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെയുള്ള മഹല്ല് കമ്മിറ്റികളും ആ രൂപത്തിലേക്ക് ഇടപെടുന്ന, പ്രത്യേകിച്ച് റംസാൻ മാസം വരികയാണ്, അവരുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത വിഹിതം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നീക്കിവെക്കുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ മതസ്ഥാപനങ്ങളും പള്ളിയും അമ്പലവും എല്ലാം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രം കൂടിയായി മാറുന്നു. അതും നാട്ടിൽ ഇപ്പോ വലിയ തോതിൽ വളർന്നു വന്നിട്ടുണ്ട്. അതിനെയും പ്രത്യേകം നമുക്ക് സ്വാഗതം ചെയ്തതാണ്. ഒരു പള്ളി തീർച്ചയായും ഇവിടെയുള്ള ഏറ്റവും നല്ല സൗഹാർദ്ദപരമായ അല്ലെങ്കിൽ നാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കുന്ന കരുത്തുറ്റ നേതൃത്വത്തിന്റെ കൈകളിലാണ് ഇതിന്റെ കമ്മിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ളത് എന്ന കാര്യത്തിൽ അതിയായ സന്തോഷമുണ്ട്. ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ അതിനുവേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള മഹല്ല് കമ്മിറ്റിയെയും അതേപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് അന്യ മത വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പോലും ഇവിടെ പല ഉപഹാരങ്ങളും അതുപോലെ ഇതിന്റെ പണി ഇപ്പൊ നമ്മൾ ആദരിച്ചിട്ടുള്ള തൊഴിലാളികൾ അവരുടെ എല്ലാം ഒരു പങ്ക് ഈ സ്ഥാപനം പടുത്തുയർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ അവരെല്ലാം തന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുക. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ ഉപാധ്യക്ഷൻ KT അബ്ദുറഹ്മാൻ സാഹിബ് ചടങ്ങിന് ആശംസകൾ ചേർന്നു. അസ്സലാമു അലൈക്കും. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിൽ ഇതിന്റെ കൂടെ ചേരാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം പങ്കുവെക്കുകയാണ്. ഞാൻ ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ടതല്ല, ഇന്നലെ ഇവിടെ വരേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ കല്ലൂർ മുഹമ്മദ് അലിയുടെ മകളുടെ ആകസ്മികമായ നിര്യാണത്തെ തുടർന്ന് ആ വീട്ടിലായിരുന്നു. അതുകൊണ്ട് ആ പരിപാടിക്ക് വരാൻ കഴിയാത്തതിൻ്റെ ഒരു സാഹചര്യം നികത്താൻ നിങ്ങളുടെ കൂടെ കൂടാനാണ് ഇന്ന് വന്നത്. ഇവിടെ സംസാരിക്കേണ്ടതില്ല. ഈ കൂട്ടായ്മയാണ്, ഇത് ഈ നാടിന്റെ അടയാളമാണ്. മനോഹരമായ ഒരു മസ്ജിദ് മനോഹരമാകുന്നത് ആ കെട്ടിടത്തിന്റെ ഭംഗി കൊണ്ട് മാത്രമല്ല, അത് മുന്നോട്ട് വെക്കുന്ന മഹത്തായ ഒരു ആദർശമുണ്ട്. ആ ആദർശം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. കൃത്യമായ ആദർശം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതം ഏറ്റവും ഉജ്ജ്വലമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവരുടെ മതവിശ്വാസത്തിൽ യാതൊരു തരത്തിലുള്ള വെള്ളം ചേർക്കലുമില്ലാതെ തന്നെ മനുഷ്യരെന്നുള്ള നിലക്ക് നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയും. മനുഷ്യന്റെ വേദനയിലും സന്തോഷത്തിലും നമുക്ക് കൂട്ടുചേരാൻ കഴിയും, പരസ്പരം പങ്കുവഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ആ മഹത്തായ സന്ദേശം. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഓരോരുത്തർക്കും അവനവന്റെ മതവും വിശ്വാസവും വലുതാണ്. പരസ്പരം അംഗീകരിക്കുക എന്നുള്ളത്, പരസ്പരം ആദരിക്കുക എന്നുള്ളത്, പരസ്പരം ഉൾക്കൊള്ളുക എന്നുള്ളത്, അതാണ് തീർച്ചയായിട്ടും ഈ സന്ദേശം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിലൊക്കെ ചരമകോളത്തിൽ ഒരു വാർത്ത വന്നു. ആ വാർത്തയിൽ വയനാട്ടിൽ നിന്നുള്ള ബാലകൃഷ്ണൻ എന്നോ മറ്റോ പേരുള്ള ഒരാൾ മരിച്ച വാർത്തയാണ്. ആ വാർത്ത സാധാരണ ഒരു ചർമ്മ വാർത്ത പോലെ അതിൽ കൗതുകമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വാർത്ത അവസാനിക്കുന്നിടത്ത് മൂട്ടിൽ പള്ളിയുടെ ആജീവാനന്ദ പ്രസിഡന്റ് ആയിരുന്ന രാധാ ഗോപി മേനോന്റെ മകനാണ് ബാലകൃഷ്ണൻ. മരിച്ചയാളെ കുറിച്ചല്ല, മരിച്ചയാളുടെ പിതാവ് മുട്ടിലെ പള്ളിയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്നു, അതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു. എല്ലാവരും വാർത്ത തെറ്റി വന്നതായിരിക്കും. രാധാ ഗോപി മേനോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും പള്ളിയുടെ പ്രസിഡന്റ് ആവാൻ ഇടയില്ല എന്നുള്ള നിലക്ക്. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് പഠിച്ചപ്പോ ആ പള്ളി എടുത്തതും ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയതുമെല്ലാം ഈ രാധാ ഗോപി മേനോൻ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബ പേരുകൾ ചെന്നു നിൽക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയും കേരളത്തിലെ ഉജ്ജ്വല ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിത്തിളങ്ങിയിട്ടുള്ള AV കുട്ടിമാളു അമ്മയുടെ വീട്. അത് സ്വാഭാവികമായും അങ്ങനെ. അപ്പൊ അതിനെക്കുറിച്ച് പല ആളുകളും ആ കാലത്തെക്കുറിച്ച് വിശകലനം ചെയ്തപ്പോ അതിന്റെ കൂടെ കേരളത്തിലെ വേറൊരു എഴുത്തുകാരൻ കൂട്ടിച്ചേർത്ത ഒരു കാര്യം, ഇത് അക്കാലത്ത് പലയിടത്തും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പള്ളികളുടെ പ്രസിഡന്റ് ആവുകയും അവിടെ വെള്ളിയാഴ്ചകളിൽ വിശ്വാസികൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഇത്തരം ആളുകൾ പള്ളിയുടെ പുറത്ത് കസേരയിട്ടിരുന്ന്
പള്ളിക്ക് വേണ്ടി സംഭാവന വിരിക്കുകയൊക്കെ ചെയ്ത ചരിത്രങ്ങൾ ചരിത്രകാരന്മാർ എഴുതുകയും നമ്മളൊക്കെ വായിക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ, കേരളത്തിലെ പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി AB ഹൈദ്രോസ് മൂപ്പൻ, AB എന്ന പേര് തന്നെ അമ്പലത്ത് വീട്ടിൽ ഹൈദ്രോസ് മൂപ്പൻ. അപ്പോ കേരളത്തിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം വളരെ വലിയ ചരിത്രമാണ്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഇസ്ലാം മത വിശ്വാസം കടന്നു വന്ന കാലത്തെക്കുറിച്ച് ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, മാലിക് ദീനാറിലൂടെയാണ് കേരളത്തിലേക്ക് ഈ വിശ്വാസി സംഘം എത്തിയത്. അക്കാലത്തെ ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. മാലിക് ദീനാർ അവിടെ ഒരു കച്ചവടം നടത്തുകയുണ്ടായി. കച്ചവടം നടത്തിയപ്പോ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഒരു കച്ചവടം എല്ലാ അർത്ഥത്തിലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അദ്ദേഹം കച്ചവടം നടത്തിയപ്പോ അതൊരു കൗതുകമാവുകയും നാട്ടുകാർ മുഴുവൻ കച്ചവടത്തിന് വേണ്ടി അവിടെ വരികയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം ആലോചിച്ചത്, ഈ കച്ചവടം കൊണ്ട് തൊട്ടടുത്ത് തന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട മറ്റൊരാൾ നടത്തുന്ന കച്ചവട സ്ഥാപനത്തിൽ ആളില്ലാതായി. അങ്ങനെ ആ കച്ചവടം നിർത്തി എന്നത് കേരളത്തിൽ എങ്ങനെയാണ് മതങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് വന്നത് എന്നുള്ളത് തീർച്ചയായും അത്തരമൊരു പഴയ കാലത്തെ ഓർത്തെടുക്കുവാനും ഇന്ന് ഒരു കെട്ട കാലമാണ് നമുക്ക്. നമ്മളെല്ലാം കൂടി പടുത്തുയർത്തിയ ഒരു രാജ്യത്തെ, നമ്മുടെ എല്ലാവരുടെയും എല്ലാ മതക്കാരുടെയും പിതാമഹന്മാരുടെ ചോര ചിന്തിയ ഒരു മണ്ണിൽ തീർച്ചയായും അവകാശത്തിന്റെ പേരിൽ കുറെ പേർ രാജ്യത്തിന്റെ ആളുകളാവുകയും വേറെ കുറെ പേർ നിങ്ങൾ ഈ രാജ്യക്കാരല്ല എന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ആക്രോശങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഒന്നിച്ചാണ് ഈ നാട് പടുത്തുയർത്തിയത്. നമ്മൾ ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകും എന്ന ഒരു സന്ദേശത്തിന്റെ ഭാഗമാണ് ഇത്തരം കൂടിച്ചേരലുകൾ എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായിട്ടുള്ള ഈ നിട്ടൂർ തൊടുവളപ്പിലെ എല്ലാവരെയും, ഈ പള്ളിയുടെ ഭാരവാഹികളെയും സംഘാടകരെയും, അതോടൊപ്പം വളരെ മനോഹരമായ ഒരു കാഴ്ച, ഈ പള്ളിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഇവിടെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തത്, അതും ഈ കൂട്ടായ്മയുടെ ഒരു ശ്രദ്ധേയമായ ഭാഗമാണ്. അതിനെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സായാഹ്നത്തെ ധന്യമാക്കിയ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. സമരം. കുറ്റ്യാടി മണ്ഡലം കോൺഗ്രസിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട PK സുരേഷ് മാസ്റ്റർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ സൽമാൻ, വേദിയിലിരിക്കുന്ന KPCCയുടെയും മുസ്ലിം ലീഗിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും CPM-ന്റെ ഒക്കെ തന്നെ രാഷ്ട്രീയ പ്രതിനിധികളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഏറെ സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നമാണിത്. ഒരു പള്ളിയുടെ ഉദ്ഘാടനം അതൊരു പ്രദേശത്തിന്റെ ജനകീയ ഉത്സവമാക്കി മാറ്റാനുള്ള മഹല്ല് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ സന്തോഷകരമായ ഒരു സാഹചര്യമാണിത്. നാളെയാണ് പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം. അതിന്റെ ഭാഗമായി ഇന്നലെ ഇവിടെ യുവജന പ്രവാസി മീറ്റിംഗ് നടക്കുകയുണ്ടായി. വിദ്യാർത്ഥി യുവജന പ്രവാസി മീറ്റിംഗ്. ഇന്ന് ബഹുജന സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുജന സംഗമം എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിലുള്ള നാട്ടുകാരെ ഞാൻ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ബഹുജന സംഗമം തന്നെയാണ്. കാരണം ഒരു പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിന് അല്ലെങ്കിൽ പരിപാടികൾക്ക് വേണ്ടി വരുന്ന ആളുകൾ മാത്രമല്ല, ഇതര മത വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഭാഗത്തുള്ള സ്ത്രീകളുടെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും ഈ ഭാഗത്തുള്ള പുരുഷന്മാരുടെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും ഇതര മതവിഭാഗത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രദേശത്തിന്റെ ഐക്യം നിലനിർത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയായി ഈ ഉദ്ഘാടന പരിപാടി മാറ്റിയതിൽ വളരെ സന്തോഷം തോന്നുകയാണ്. ഈ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ ആദരിച്ച വ്യക്തികൾ, അതിന്റെ കാർപ്പന്റർ വർക്ക് ചെയ്ത ആളുകൾ, അതേപോലെ തന്നെ കെട്ടിടം നിർമ്മിച്ച ആളുകൾ, ഇതിനെ ആർക്കിടെക്ചർ ചെയ്ത ആളുകളൊക്കെ തന്നെ ഇവിടെ നമ്മളെ ആദരിക്കുകയുണ്ടാവും. ആ ആദരിച്ച ആളുകളെ ഞാൻ നോക്കിയപ്പോ ഈ പള്ളി ഒരു മതേതരത്വത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പണി കഴിപ്പിച്ചത് പള്ളിയുടെ ആൾക്കാരല്ല.
ആ കെട്ടിടം മനോഹരമാക്കി മാറ്റുന്നതിൽ നമ്മൾ കൂലിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റ് മതവിഭാഗങ്ങളുടെ ആളുകൾ ജോലി ചെയ്ത് അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം, ആ ആത്മാർത്ഥമായ പ്രവർത്തനത്തെ അംഗീകരിച്ചുകൊണ്ട് മഹലിന്റെ ഉദ്ഘാടനം ധന്യമാക്കി മാറ്റാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ നാടാണ്. നമ്മുടെ രാജ്യം മാത്രമല്ല വൈവിധ്യങ്ങൾ, ഈ ഭൂമി തന്നെ വൈവിധ്യങ്ങളുടെ നാടാണ്. ഭൂമി ദൈവം സൃഷ്ടിച്ചത് തന്നെ വൈവിധ്യങ്ങളുടെ ഗ്രഹമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വൈവിധ്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യം, നേരത്തെ MLA പറഞ്ഞതുപോലെ, ഇന്ത്യ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വിപുലമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം പ്രത്യേകതകളിൽ ഒന്നാണ് മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടി വിഭിന്നത ഉള്ള ഒരു സമൂഹം എന്നുള്ള രീതിയിലാണ്. നാനാജാതി മതസ്ഥര്, ആ മതങ്ങളുടെ ഇടയിൽ തന്നെ ജാതികൾ, ഉപജാതികൾ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, വൈജാത്യങ്ങൾ, ആചാരത്തിന്റെ വൈജാത്യങ്ങൾ, വസ്ത്രദാനത്തിലുള്ള വൈജാത്യങ്ങൾ, അതേപോലെ തന്നെ ഭക്ഷണത്തിലുള്ള വൈജാത്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള വൈജാത്യങ്ങൾ, അങ്ങനെ വിവിധ മതവിഭാഗങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലുള്ള വൈജാത്യങ്ങൾ, ആ വൈജാത്യങ്ങളുടെ ഇടയിലൊക്കെ തന്നെ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ബോധം, അതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഊർജവും അതേപോലെ ശക്തിയും നൽകിയ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു സന്ദേശം. ആ നാനാത്വത്തിൽ ഏകത്വത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നമ്മുടെ രാജ്യത്തിനെ നാം ചിന്തിക്കാത്ത രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ആ രീതിയിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയാണ് അതിന്റെ ശക്തി. ആ ഒരു വൈജാത്യം നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടത്. വൈജാത്യങ്ങളുടെ ഇടയിൽ ഇപ്പം എനിക്ക് എൻ്റെതായുള്ള വിശ്വാസങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായുള്ള ആചാരങ്ങളുണ്ട്, എൻ്റെതായുള്ള അനുഷ്ഠാനങ്ങളുണ്ട്. അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എൻ്റേത് മാത്രമാണ് ശരി എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. അത്തരം സങ്കുചിതമായുള്ള മനോഭാവമാണ് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ആ മനസ്സിനെ വ്യത്യസ്ത രീതിയിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മതത്തെ ധാരാളം ആളുകൾ ശ്രമിക്കാറുണ്ട്, ജാതിയെ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ജാഗ്രതയാണ് അതിനെ കീഴ്പ്പെടുത്തേണ്ടത്, നമ്മുടെ വിവേകമാണ് അതിനെ കീഴ്പ്പെടുത്തേണ്ടത്. നേരത്തെ MLA പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ രാജ്യത്ത് ഒരു വർഗീയ സംഘർഷവും ഇല്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളം മാറി എന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് നമുക്ക്. ആ വർഗീയ ചിന്താഗതി ഇല്ലാത്ത നാടിനെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിരുന്നു. അത് രാഷ്ട്രീയപരമായും പ്രാദേശികപരമായും അതേപോലെ തന്നെ പല രീതിയിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടി വർഗീയതയും മതത്തെയും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ നാടിനെ മാറ്റിമറിച്ചത് നമ്മുടെ ജാഗ്രതയാണ്. എല്ലാ മതവിഭാഗക്കാരും അതിനെ ജാഗ്രതയോടുകൂടി കണ്ടു. അത്തരമൊരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പാടില്ല, അത്തരം രീതിയിലേക്ക് നമ്മെ നയിക്കാൻ പാടില്ല എന്നുള്ള ആ ജാഗ്രതയുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തിയത് കൊണ്ടാണ് ഒരു വ്യക്തിക്കും ഒരു മതത്തിനും ഒരു വർഗീയ ചിന്താഗതിക്കും നമ്മുടെ നാട്ടിനെ ആ അപകടഘട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിത്തീർന്നത്. നമ്മുടെ ഈ പ്രദേശം, നെട്ടൂർ പ്രദേശം, ആരാധനാലയങ്ങൾ ഉയർന്നു വരുമ്പോ ഒരു സമൂഹം പരിഷ്കൃതമാവുകയാണ്, ഒരു സമൂഹം വികസനത്തിലേക്ക് നീങ്ങുകയാണ്, സാംസ്കാരികമായി ഉന്നതിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം, നെട്ടൂർ ശിവക്ഷേത്രം, നേരത്തെ പറഞ്ഞ കോറോത്തിയാൽ കുട്ടിച്ചാത്തൻ ക്ഷേത്രം, അതേപോലെ തന്നെ ഗോവിന്ദൻകണ്ടി കുട്ടിച്ചാത്തൻ ക്ഷേത്രം, ഞള്ളോറ മഹല് പള്ളി, തൊടുവളപ്പിൽ പള്ളി, ഇതൊക്കെ തന്നെ ഈ നെട്ടൂർ പ്രദേശത്തിന്റെ ഒരു കൂട്ടായ്മയാണ്, ഒരു പുരോഗതിയാണ് കാണിക്കുന്നത്. ആ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി ഈ ഒരു കൂട്ടായ്മ, ഈ ബഹുജന കൂട്ടായ്മക്ക് സാധിക്കട്ടെ. നമ്മളെല്ലാവരും തന്നെ അമ്പലങ്ങളായാലും പള്ളികളായാലും ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയും നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയും നമ്മെ മറ്റുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി ജാഗ്രതയുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ
സാധിക്കട്ടെ. അതിനുള്ള ഒരു വേദിയായി ഈ സന്ദർഭവും ഈ ഉദ്ഘാടന പരിപാടിയും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹല്ല് കമ്മിറ്റിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും കുറ്റ്യാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും എന്റെയും പേരിൽ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി മുജീബ് ക ചടങ്ങിന് ആശംസകൾ നേരും. അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ ജനനേതാക്കളും ജനപ്രതിനിധികളും അടക്കമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, ഇന്നത്തെ ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. നാളെ നമ്മുടെ പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കും. നേരത്തെ ഒരു ഓടിട്ട പള്ളി നമ്മുടെ മനസ്സിൽ ഇന്നും അത് തങ്ങി നിൽക്കുന്നുണ്ട്. അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഓടിട്ട വീടുകൾ അല്ലെങ്കിൽ ഓല വീടുകളായിരുന്നു. ഓല വീടുകളും ഓട് വീടുകളും പോയി സുന്ദരമായ വീടുകൾ വന്നപ്പോൾ അതിനനുസൃതമായി നമ്മുടെ പള്ളിയും മാറിയിരിക്കുകയാണ്. ഈ പള്ളിയുടെ മാറ്റമെന്ന് പറയുന്നത് ഗൾഫിലും നാട്ടിലും ജോലി ചെയ്യുന്ന ഈ നാട്ടുകാർ അവരുടെ വീട് പണിക്ക് വെച്ച, അവരുടെ മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വെച്ച പണം നിർലോഭമായി പള്ളിയുടെ ഫണ്ടിലേക്ക് കൈമാറിയപ്പോഴാണ് ഇത്തരം സുന്ദരമായ ഒരു പള്ളി നമ്മുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത്. ഈ നാട് സ്നേഹത്തിന്റെ നാടാണ്. അത് അനുഭവിച്ചവനാണ് ഞാൻ. ഒരുപാട് പ്രതിസന്ധികൾ എനിക്കുണ്ടായപ്പോൾ അതിൽ നിന്ന് കരകയറാൻ എന്നെ സഹായിച്ചവരാണ് ഈ പ്രദേശത്തുകാർ. അവർ തന്ന ആ സ്നേഹം ഒരിക്കലും മറക്കാനാവാത്തതാണ്. അവരുടെ ഹൃദയ വിശാലത, അതിനനുസൃതമായി വിശാലമായ ഒരു പള്ളിയും കോമ്പൗണ്ടും വന്നിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയ വിശാലത ഇനിയും വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഈ നാട്ടുകാരോട് പറയാനുള്ളത്, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒന്നിച്ച് ഒരു നാടായി, ഒരു സമൂഹമായി മുന്നോട്ട് പോകാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സാധിക്കേണ്ടതുണ്ട്. എന്നാണോ അതിന് കോട്ടം വരുന്നത്, അന്നാണ് ആ നാട് നശിക്കാൻ ആരംഭിക്കുന്നത്. സ്നേഹത്തോടെ ചേർന്ന് നിന്ന് പരസ്പരം പുണർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സർവശക്തനായ തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ആശംസിക്കാനുള്ളത്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മഹലിന്റെ ഭാരവാഹികൾ, നാട്ടുകാർ, ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട പ്രകാശൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗം അധ്യക്ഷൻ സൽമാൻ, വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഏറെ സന്തോഷത്തിലാണ് ഈ പ്രദേശം. നാളെ ഈ മനോഹരമായ മഹൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മൾ ധാരാളം മസ്ജിദുകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് അതിമനോഹരമായിട്ടുണ്ട്. നമ്മളെ വീടുകളെല്ലാം തന്നെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുള്ള ആ വീടുകളെല്ലാം മാറി ഇന്ന് എല്ലാ സൗകര്യങ്ങളുമുള്ള വീടുകളായി. അതിനെ വെല്ലുന്ന രീതിയിൽ, അതിനേക്കാൾ മനോഹരമായി സ്വന്തം വീട് പോലെ ഈ മഹലിന്റെ കൂട്ടായ്മ സ്വന്തം വീട് പോലെ ഈ പള്ളിയെ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ എത്രയോ മസ്ജിദുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ മനോഹരമായ ചില പള്ളികളെല്ലാം കാണും. ആ രീതിയിൽ അതിമനോഹരമായിട്ടുണ്ട്. അതിന് ഈ മഹൽ കമ്മിറ്റിക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. നമ്മളുടെ ഈ കൂട്ടായ്മ അതിനേക്കാളേറെ സന്തോഷകരമാണ്. നമ്മളൊക്കെ തന്നെ പണ്ട് കഷ്ടപ്പാടിന്റെയും വേദനയുടെയും കാലത്ത് നമ്മൾ മനസ്സൊക്കെ ഒന്നായിരുന്നു. പക്ഷെ നമ്മളിലെല്ലാം തന്നെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ കൂടുമ്പോൾ മനസ്സിൽ വേലിക്കെട്ടുകൾ വന്ന് നമ്മുടെ മനസ്സ് ചില ഇടുങ്ങുന്ന രീതിയിലേക്ക് മാറുന്ന അവസരത്തിൽ അതിനെ മാറ്റിക്കൊണ്ട്
ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ മഹല്ല് കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട വരുൺ മാസ്റ്റർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ PC സൽമാൻ അവർ, നമ്മുടെ ഈ ചടങ്ങ് ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായിട്ടുള്ള MLA, വേദിയിലിരിക്കുന്ന മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള നാട്ടുകാർ, സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുനർനിർമ്മിച്ച തൊടുവളപ്പ് ജുമാ മസ്ജിദിന്റെ ഈ ഒരു ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ വളരെ വൈകാരികമായിട്ടു കൂടിയാണ് എനിക്ക് ഒരു കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. കാരണം ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിച്ചിട്ട് ഏകദേശം 15 വർഷം പൂർത്തീകരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു പള്ളിയുടെ ദേവാലയത്തിന്റെ അങ്കണത്തിൽ കൂടിയാണ് ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ 15 വർഷം ഈ പള്ളിയും പള്ളിക്കൂടവും അതുപോലെ തന്നെ ഈ പ്രദേശത്തിലെ ആളുകളും അവരുടെ ഇടപെടലുകളും എത്രത്തോളം മനോഹരമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആത്മാർത്ഥത കലർന്നതാണ് അതിൻ്റെ ഉദാഹരണമാണ് ഈ വലിയ ഒരു ദേവാലയം ഇന്നിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അന്നാണ് ശരിക്കും ഈ നാട്ടിലെ ആളുകളുടെ ആത്മാർത്ഥത, ആ പരിപാടി എങ്ങനെ വിജയിപ്പിക്കാം, എത്ര മനോഹരമാക്കി തീർക്കാം എന്നുള്ള ഒരു അത്രയും ആത്മാർത്ഥതയുള്ള നാട്ടുകാരാണ് ഈ ഒരു പ്രദേശത്തുകാർ. വളരെ സ്നേഹമുള്ളവർ. ഈ ഒരു 15 വർഷക്കാലത്തോളം അവരുമായി ഇടപെട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഈ നാട്ടിലെ ആളുകൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അത്രയും മനോഹരമായി പൂർത്തീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു വലിയ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ആരാധനാലയങ്ങളെല്ലാം തന്നെ മതബോധന അല്ലെങ്കിൽ മതപ്രചാരക കേന്ദ്രങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായി എല്ലാ ആരാധനാലയങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും അതേപോലെ മതസൗഹാർദ്ദത്തിന്റെ വലിയ ഇടങ്ങൾ കൂടി തന്നെയാണ്. അതുപോലെ തന്നെ പഠന കേന്ദ്രങ്ങൾ കൂടി തന്നെയാണ്. അത്തരത്തിൽ മതസൗഹാർദ്ദ ഇടങ്ങളും പഠന കേന്ദ്രങ്ങളും അതേപോലെ സാന്ത്വന പ്രവർത്തനങ്ങളും ഒക്കെയായി മുന്നോട്ട് നീങ്ങുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ് നമ്മുടെ ദേവാലയങ്ങളെല്ലാം തന്നെ. അത്തരത്തിൽ നമ്മുടെ തൊടുവളപ്പ് പ്രദേശത്തെ വളരെ മഹിതമായ പാരമ്പര്യമുള്ള ഈ തൊടുവളപ്പ് പ്രദേശത്തെ നമ്മുടെ ഈ ദേവാലയവും അത്തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങളുമായി നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദ മേഖലകളിൽ ഇടപെടാൻ കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത ആ പള്ളിക്കൂടത്തിന്റെ ഒരു പ്രധാന പ്രതിനിധി എന്ന നിലയിലാണ് കൂടിയാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. പള്ളിയും പള്ളിക്കൂടവും ഒക്കെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പള്ളി അതിൻ്റെ ആധുനികമായിട്ടുള്ള ആ ഒരു കെട്ടും മട്ടും മാറി വന്നിരിക്കുകയാണ്. എൻ്റെ ഈ 15 വർഷത്തെ സർവീസ് പൂർത്തിയായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ആ പഴയ ഒരു പള്ളിയാണ്. ഞാൻ കടന്നു വന്ന് ആ സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പഴയ പള്ളിയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. അപ്പം അതേപോലെ സ്കൂളും വളരെ പഴക്കം ചെന്ന ഏകദേശം 100-110 വർഷം പഴക്കമുള്ള ആ സ്കൂളാണ്. അപ്പം അത്തരത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ നമ്മുടെ MLA ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നാട്ടിലെ എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് ആ സ്കൂളും ആ ഒരു പുതിയ ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് എനിക്കറിയാം. എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷങ്ങളിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു ജുമാ മസ്ജിദ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവരെയും എൻ്റെ സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട വിനീത് നെട്ടൂർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ സൽമാൻ,
അതേപോലെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, ഈ പള്ളിയിൽ നിന്നും കിട്ടുന്ന, നമ്മൾ ഏതൊരു ആരാധനാലയത്തിലും പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്ക് അവിടെ നിന്നും ഊർജം കിട്ടുന്നു. ഈ ഊർജം സമാഹരിച്ചുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥികളായും യുവജനങ്ങളായാലും തൊഴിലിടങ്ങളിലും നമ്മുടേതായ വ്യക്തിത്വങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ഉയർത്താനും, അതേപോലെ തന്നെ നമ്മൾ ഇത്തരം കൂട്ടായ്മകൾ ഈ ഒരു ഉദ്ഘാടനത്തിന് മാത്രമല്ല വരും വർഷങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാടിന്റെ അധ്യാപകൻ പ്രിയപ്പെട്ട വിശ്വനാഥൻ മാസ്റ്റർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോയിട്ട് ഇപ്പോൾ എനിക്ക് ഒരു 16 വർഷം കഴിഞ്ഞിരിക്കും. 2008 ഞാൻ റിട്ടയർ ചെയ്തത്. എപ്പോഴും എനിക്ക് ഇവിടെ എത്തുമ്പോൾ വളരെ സന്തോഷമുള്ള മുഹൂർത്തമാണ്. അതോടൊപ്പം ഒരു ജുമാ മസ്ജിദിന്റെ പുതുക്കിപ്പണിത കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിയുമ്പോൾ അതിന്റെ സന്തോഷം ഇരട്ടിയാവുന്നുണ്ട്. അതൊന്നും കൂടാതെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ ഞാൻ അതിലും മതിയായി സന്തോഷിക്കുന്നു. അപ്പോൾ ഇത്തരം, അതുമാത്രമല്ല, മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളാക്കണം ഇത്തരം ആരാധനാലയങ്ങൾ എന്നൊക്കെ സൂചിപ്പിക്കുക മാത്രമല്ല അത് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ എല്ലാവരെയും ആദരിക്കുകയും അവർക്ക് വേണ്ട വിധത്തിൽ അവരെ സമ്മാനങ്ങളൊക്കെ നൽകി അനുമോദിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഈ സുന്ദര മുഹൂർത്തത്തിൽ ഞാനിവിടെ വന്നത് ഒരു ഭാഗ്യമായി, എനിക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഒരു നല്ല ഭാഗ്യമുള്ള മുഹൂർത്തമായി ഞാൻ കണക്കാക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങൾ. ജയ്. പ്രിയപ്പെട്ട രാജൻ മൊട്ടമ്മൽ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തൊടുവളപ്പിൽ പുനർനിർമ്മിച്ച പള്ളിയുടെ ഔദ്യോഗികമായ ചടങ്ങിന് മുൻപന്തിയായി ഇവിടെ ഈ സംഘടിപ്പിച്ച മഹാസംഗമത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ നല്ലവരായ നാട്ടുകാരും സഹോദരി സഹോദരന്മാർക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയും. അടുത്തതായി പ്രിയപ്പെട്ട നമ്മുടെ ഇസ്മായിൽക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് BP മൊയ്തു സാഹിബ് ഈ ചടങ്ങിന് ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കും. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നെട്ടൂർ തൊടുവളപ്പ് മഹല്ല് ഒരു പുതിയ മസ്ജിദ്, അല്ലെങ്കിൽ പഴയ മസ്ജിദ് പുതുക്കിയിട്ട് അതിമനോഹരമായ ഒരു മസ്ജിദ് പണിതിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ വ്യക്തിപരമായി സ്വന്തം മഹല്ലിലെ പള്ളി പോലെ ഇടപെടുന്ന ഒരു മസ്ജിദായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന നെട്ടൂര് തൊടുവളപ്പ് ജുമാ മസ്ജിദ്. ഈ ഒരു സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ ക്ഷണിച്ച ബന്ധപ്പെട്ട സംഘാടക സമിതിക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ സാഹിബ് നമ്മളോട് സംസാരിക്കാനുണ്ട്. അദ്ദേഹം വന്നിരുന്ന് 2 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ്. ഇവിടെ നമുക്കറിയാം ഒരു ബഹുജന സംഗമമാണ് സംഘടിപ്പിച്ചത്. ഒരു മസ്ജിദിന്റെ ഉദ്ഘാടനം ഒരു ബഹുജന സംഗമത്തോടെ നടത്തുന്ന ഒരു
പുതിയ കാഴ്ചപ്പാടൊന്നുമില്ല, മുമ്പുണ്ടായിരുന്ന കാഴ്ചപ്പാടിന്റെ പുതുക്കലാണ്. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം അത്രയും കലുഷിതമാണെന്ന് വരുത്തി തീർക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരളത്തിന്റെ ചില കോണുകളിലും അവരുടെ സാന്നിധ്യം നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു മതപരമായ ആരാധന കേന്ദ്രത്തിൽ അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷനിൽ രാഷ്ട്രീയത്തിന് അതീതമായി, മതത്തിന് അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മ എന്തുകൊണ്ടും സന്തോഷം ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ്. പല സോഷ്യൽ മീഡിയകളിലൂടെ മറ്റും നമ്മുടെ നാടിന്റെ അവസ്ഥ തന്നെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്ക് മുമ്പിൽ നല്ലൊരു ഉദാഹരണം അല്ലെങ്കിൽ നല്ലൊരു രീതി ഇവിടെ വരച്ചു കാട്ടപ്പെടുകയാണ്. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്നതിലുപരിയായിട്ട് ഈ കുറ്റ്യാടി പഞ്ചായത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ അമരത്ത് നിൽക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട ഭാരവാഹി എന്ന നിലയിലാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് കേരളത്തിൽ ഒരു പ്രയാസവുമില്ലാതെ, ഒരു പ്രശ്നങ്ങളുമില്ലാതെ ആരാധനാലയങ്ങളായിരുന്നാലും മുസ്ലിം സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നാലും അതൊക്കെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ്, നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. മറ്റു പല മേഖലകളിലും ഇല്ലാത്ത പലതും കണ്ട് എന്നും അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ അതൊരു തർക്ക വസ്തുക്കളാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഫാസിസ്റ്റുകൾ ഒരു സമുദായത്തിന്റെ പേര് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ മേൽക്കോയ്മയിലേക്ക് വരുന്ന ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് തൊടുകുളപ്പ പ്രദേശത്ത് എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുകൂടിയിട്ട് ഒരു മുസ്ലിം ആരാധനാ കേന്ദ്രത്തിന്റെ തുടക്കത്തിന് പങ്കാളികളാവുന്നത്. അതിന് പ്രചോദനം കൃത്യമായിട്ട് കേരളത്തിലെ മുസ്ലിം സമുദായ സംഘടനകളും കേരളത്തിലെ മുസ്ലിം സമുദായ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സമുദായത്തിന്റെ ആധികാരിക രാഷ്ട്രീയ പാർട്ടിയും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഉമ്മറാക്കളും ഉലമാക്കളും ഒരേ രീതിയിൽ ചിന്തിച്ച് ഒരേ രീതിയിൽ ഒരു മെയ്യോടെ ഒരു ശിരസ്സോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഒരു സാഹചര്യം പലയിടത്തും ഇല്ല. അതുകൊണ്ട് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഉലമ ഉമറ കൂട്ടായ്മ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിന്റെ രാഷ്ട്രീയ ശക്തിയും സമുദായത്തിന്റെ സംഘടനാ സംവിധാനവും ഒരേ തോണിയിൽ സഞ്ചരിക്കേണ്ടവരാണ്. അവർ പരസ്പരം മത്സരിക്കേണ്ടവരല്ല. അവർ പരസ്പരം ആരാണ് വലുത് എന്ന് ചെറുതോ എന്ന് ചിന്തിക്കേണ്ടതുമല്ല. മറിച്ച് സമുദായത്തിന്റെ പുരോഗതിയും അതുവഴി കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷവും വളരെ സുരക്ഷിതമായ രീതിയിൽ നിലനിർത്തുന്നതിൽ ഈ രാഷ്ട്രീയ സംവിധാനവും ഈ സമുദായ സംഘടനാ സംവിധാനവും വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാകാതെ മുന്നോട്ട് പോകാൻ, ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ തൊടുവളപ്പിനെ മാതൃകയാക്കിക്കൊണ്ട് ഈ രീതിയിലുള്ള മുന്നോട്ടുള്ള പ്രയാണങ്ങൾ തുടരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അടുത്തത് ഒരു ഉപഹാര സമർപ്പണമാണ്. ഇതിനുമുമ്പായി QNMRCയുടെ പ്രസിഡന്റ് PK അഹമ്മദാജി, ജനറൽ സെക്രട്ടറി KA റൌഫ് എന്നിവരെ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ മസ്ജിദ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രവാസികളുടെ ഉപഹാരമായി പ്രസിദ്ധീകരിക്കുന്ന സപ്ലിമെന്റിന് പേര് ക്ഷണിച്ചപ്പോൾ ഏറ്റവും നല്ല പേര് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ പ്രിയങ്കരനായ എഞ്ചിനീയർ നൗഫൽ തയ്യിൽ നിർദ്ദേശിച്ച മിഹ്റാബ് എന്ന പേരാണ്. നൗഫലിന് ഖത്തർ തൊടുവളപ്പ് മുസ്ലിം റിലീഫ് കമ്മിറ്റി നൽകുന്ന മൊബൈൽ ഫോൺ ഗിഫ്റ്റ് TT ഇസ്മായിൽ ക സാഹിബ്
നൽകും. നൗഫലിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ KA റൌഫ്, PK അഹമ്മദ് ഹാജി സ്റ്റേജ് നഗരിയിലുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഖത്തർ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ ഒരു ലോഗോ പ്രകാശനം കൂടി ഇസ്മായിൽ ഖാൻ നിർവഹിക്കും. കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ അഭിവന്യനായ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ സാഹിബ് ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കും. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PC സൽമാൻ സാഹിബ്, ആദരണീയനായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകൻ DCCയുടെ സെക്രട്ടറി ശ്രീ VM ചന്ദ്രൻ, ബഹുമാനപ്പെട്ട സഹപ്രവർത്തകൻ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് KT അബ്ദുറഹ്മാൻ സാഹിബ്, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി KC മുജിബ് റഹ്മാൻ സാഹിബ്, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് VP മൊയ്തു, ബഹുമാനപ്പെട്ട സഹപ്രവർത്തകൻ PK സുരേഷ് മാസ്റ്റർ, പ്രിയപ്പെട്ട VP ചന്ദ്രൻ മാസ്റ്റർ, K പ്രകാശൻ മാസ്റ്റർ, ബഹുമാന്യരായിട്ടുള്ള ഈ ഏറ്റവും പുണ്യമായിട്ടുള്ള ഈ പള്ളിയുടെ കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട സാരഥികളെ, മറ്റ് സ്റ്റേജിലുള്ള ബഹുമാന്യരായിട്ടുള്ള സഹപ്രവർത്തകരെ, ജനപ്രതിനിധികളെ, നേതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങൾ, ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു കർമ്മത്തിലേക്കാണ് ഈ തൊടുവളപ്പ് ജമാഅത്ത് പള്ളിയുടെ ഉദ്ഘാടനം നാളെ കേരളത്തിന്റെ മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യനും ജനാധിപത്യ വിശ്വാസികളുടെ കണ്ണിലുണിയുമായിട്ടുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാളെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തും. ഈ പള്ളി ഇവിടെ നേരത്തെ ഉണ്ട്. കുറെ കൂടി മനോഹരമായി പള്ളികൾ മനോഹരമാകുന്നു. അത്രയും മനോഹരമായി നല്ല സംവിധാനത്തോടു കൂടി, നല്ല സൗകര്യങ്ങളോടുകൂടി പള്ളിയുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നാട്ടില് ഒരു പള്ളി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. 5 നേരം ബാങ്ക് വിളിക്കും, 5 നേരം ആളുകൾ വന്ന് നമസ്കരിക്കും. അതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിന്റെ, ഒരു നാട്ടിന്റെ നെടുന്തൂണായി നിൽക്കാൻ ഓരോ പള്ളികൾക്കും കഴിയേണ്ടതുണ്ട് എന്നുള്ളിടത്താണ് നമ്മളിതിനെ ഒരു പള്ളി എന്ന് വിളിക്കുന്നത്, ഒരു മസ്ജിദ് എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സാംസ്കാരിക സമന്വയങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് ഇത് മാറണം എന്നുള്ളത് തന്നെയാണ്. സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് പരസ്പരം സഹവർത്തിത്വം ഉണ്ടാകുക എന്നുള്ളതാണ്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദീനു അൻ നസീഹ എന്ന് പറയും. ദീന് നസീഹത്താണ്. അവൻ നസീഹത്ത് എന്ന് പറഞ്ഞാൽ കുടുംബക്കാരോട് മാത്രമല്ല, മുസ്ലിങ്ങളോട് മാത്രമല്ല, ജനങ്ങളോട് മാത്രമല്ല. നസീഹത്ത് എന്ന് പറഞ്ഞാൽ, ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് മുഴുവനുള്ളതാണ്. അപ്പൊ പ്രകൃതിയിൽ ദൈവം പഠിച്ച മുഴുവൻ സവിശേഷതകളോടും ഗുണകാംക്ഷ ഉണ്ടാകണം. ഹിന്ദുക്കളോട് മാത്രമല്ല, മുസ്ലിങ്ങളോട് മാത്രമല്ല, സർവ്വചരാചരങ്ങളും അതിൽപ്പെടും. അതുകൊണ്ടാണ് പരിസ്ഥിതി, വിശുദ്ധ ഖുർആനിൽ 700 സ്ഥലങ്ങളിൽ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, പരിസ്ഥിതിയുടെയും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രാധാന്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ആര് പഠിപ്പിച്ചു കൊടുക്കും സമൂഹത്തിന് എന്നുള്ളത് വലിയ ഗൗരവതരമായ വിഷയമാണ്. അവിടെയാണ് പള്ളികൾ അതിന്റെ കേന്ദ്ര ബിന്ദുവായി മാറേണ്ടത് എന്നാണ് ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മളിപ്പോ നന്മ പറയാറില്ല, സത്യവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ല, സ്നേഹത്തെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാൻ സമയമില്ല. എനിക്ക് തിരക്കാണ്, നിങ്ങൾക്ക് തിരക്കാണ്, സർവർക്കും തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏറ്റവും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളുടെ പിറകെയാണ് നമ്മൾ ഓടിപ്പോകാറ്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന അത്രയും നമ്മുടെ മനസ്സിന്റെ ശാന്തിയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന് ശാന്തി നഷ്ടപ്പെട്ടാൽ
ആ സമൂഹത്തിന്റെ ആകെ ശാന്തി നഷ്ടപ്പെടുന്നതിലേക്ക് ആ അശാന്തി പടർന്നു പിടിക്കും എന്നുള്ളിടത്താണ് നമ്മൾ ഓരോ വിഷയങ്ങളെയും കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അതൊരു ഗൗരവതരമായിട്ടുള്ള ഇഷ്യൂ ആണ്, ഒരു പ്രശ്നമാണ്. കാരണം ശാന്തത ഉണ്ടാകുക, ക്വയറ്റ്നെസ്, കാംനെസ് എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഒരു 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 നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ ഇസ്ലാം അതിന്റെ ശാന്തതയിൽ ഏറ്റവും മഹനീയമായിട്ട് നിൽക്കുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഒരു ആ വാക്കിൽ തന്നെ ഒരു പ്രശാന്തത നേലിക്കുന്നുണ്ട്. സ്ലം ഡോഗ് മില്യനേറിൽ സംഗീതം ചെയ്തിട്ടുള്ള റസൂൽ പൂക്കുട്ടി ആ വിശേഷത്തെ കുറിച്ച് അദ്ദേഹം ഒരിക്കൽ അന്ന് എന്താ പറയാ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഓം എന്ന് പറയുന്നിടത്ത് അതിന്റെ അവസാനത്തിൽ ഒരു ശാന്തതയുണ്ട്. അള്ളാഹു എന്ന് പറയുന്നിടത്ത് അതിന്റെ അവസാനം നിൽക്കുന്ന ഏറ്റവും പ്രശാന്തമായിട്ടുള്ള ഒരു എന്താ പറയാ അതിന്റെ ഒരു അനിർവചനീയമായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. അത് ദൈവവിശ്വാസികളിൽ ഉണ്ടാകുന്ന ഒരു ശാന്ത പ്രകൃതിയാണ്. നിങ്ങൾ നല്ലോണം നോക്കിയാൽ നല്ല ഭക്തിയുള്ള ആളുകൾ, ഭക്തി ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളല്ല, നല്ല ഭക്തിയുള്ള ആളുകൾ, ദൈവത്തിൽ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ മുഖഭാവവും അവരുടെ നടത്തത്തിന്റെ രീതിയും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വ ഇബാദുർ റഹ്മാനുല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ. അവര് അള്ളാഹുവിന്റെ ഇബാദിയങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൽ അങ്ങനെ എന്താ പറയാ അനുരക്തരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ ഇങ്ങനെ ഭൂമിയിലൂടെ പ്രശാന്തരായി തലകുനിച്ച് നടന്നു പോകും. തലകുനിച്ച് നടന്നു പോകാന്ന് പറഞ്ഞാൽ തലകുനിച്ച് നടക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞു, പക്ഷെ അത്രയും വിനയാന്വിതരായിട്ട് അവർ നടന്നു പോകും. അവരെ നമുക്ക് കാണാൻ പറ്റും, അവരെ നമ്മള് എല്ലായിടത്തും കാണാൻ പറ്റും. എല്ലായിടത്തും ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാരിലും നമുക്ക് അവരെ കണ്ടെന്ന് വരില്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ മനസ്സ് എന്ന് പറയുന്ന വല്ലാത്തൊരു മാസ്മരികമായിട്ടുള്ള ഒരു സംവിധാനമാണ് മനസ്സ് എന്ന് പറയുന്നത്. അതിനെ നന്മയിലേക്ക് നയിച്ചവൻ വിജയിക്കുന്നു, അതിനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ പരാജയപ്പെടുന്നു. വിശുദ്ധ ഖുർആന്റെ വചനമാണ്. അത് നമ്മൾ എല്ലാവരിലും കാണാൻ പറ്റും, എല്ലാ വിശ്വാസങ്ങളിലും അത് കാണാൻ പറ്റും. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിനെ ആക്രമിക്കാൻ വരുമ്പം അതിന്റെ സംരക്ഷകരാകുക എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോഴാണ് എന്തിനാണ് പിന്നെ ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നത്? എന്തിനാണ് നമ്മൾ പള്ളികളും അമ്പലങ്ങളും പൊളിച്ചു നീക്കി നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്? മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ. ഒരുപക്ഷെ നമ്മുടെ ഗാനിഫ് അൽ മിക്താബ് അയാളുടെ കക്ഷിയുടെ പേര് അങ്ങനെ. നമ്മള് ഫിഫ വേൾഡ് കപ്പ് വന്നപ്പോഴാണ് സൂറത്തുൽ ഹുജറാത്തിലെ ആ അധ്യായം ആയത്തെ എല്ലാവർക്കും ബോധ്യമായത്, എന്താ അതിന്റെ ഉള്ളിലിപ്പ് എന്നുള്ളത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നമ്മളൊക്കെ എല്ലാവരും ഓതുകയാണ്, ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിന്റെ ഒരു വശ്യസുന്ദരമായ ആശയ സംവിധാനത്തെ കുറിച്ച് നമുക്കൊന്നും ഒരു ബോധം ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറെ ആളുകൾ ഫിഫ വേൾഡ് കപ്പിൽ ഗാനിം അൽ മിഫ്താഹ് അത് ഓതിയപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഖത്തർ അതിന് ഏറ്റവും നല്ല സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. വളരെ മനോഹരമാണ് ആ ആശയം. മനുഷ്യൻ എല്ലാവരും യാ അയ്യുഹന്നാസ് എന്ന് പറയുന്നിടത്ത് അത് വല്ലാത്തൊരു പ്രയോഗമാണ്. മനുഷ്യരെ എന്നുള്ള അർത്ഥം. മനുഷ്യരെ, അതിൽ ഹിന്ദുണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനുണ്ട്, മതമുള്ളവനുണ്ട്, ഇല്ലാത്തതുണ്ട്. മതത്തെ ഇങ്ങനെ അധിക്ഷേപിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. മനുഷ്യരെ എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രയോഗമാണ്. നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്നുള്ളത് അതെല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആണില്ലാതെ പെണ്ണില്ല, പെണ്ണില്ലാതെ ആണുമില്ല. അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള നിഗൂഢ തലങ്ങളിലേക്ക് നമ്മൾ പോകാതെ തന്നെ ഏതൊരു ചെറിയ കുട്ടിക്ക് പറയാം, ഇത് ആണും പെണ്ണും ഉണ്ടെങ്കിലേ ഈ ലോകം ഉണ്ടാവും. ആണും പെണ്ണും ഉള്ളിടത്താണ് ഈ മനുഷ്യൻ ഉണ്ടാകുന്നത്. ഈ മനുഷ്യനാണ് പ്രകൃതിയുടെ കേന്ദ്രബിന്ദു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖലഖലക്കും മാഫിൽ അർളി ജമീഅ. എല്ലാം മനുഷ്യന് വേണ്ടി പടച്ചിരിക്കുന്നതാണ്. എല്ലാം നിനക്ക് വേണ്ടി, എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. എല്ലാം മനുഷ്യന് വേണ്ടി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ കൊന്നും പിടിച്ചും തിന്നും കൂത്താടിയും നടക്കാനുള്ള അതിന്റെ ഒരു മിതത്വമുണ്ട്. പ്രകൃതി നിനക്ക് അനുവദിച്ച ഒരിടമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കളകളാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയിൽ നിന്ന് ഒരു സഹാബി ഇങ്ങനെ വെള്ളം തുരുതുരാ ഈ അംഗശുദ്ധി നടത്താൻ വേണ്ടി എടുക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല, വെള്ളം ഇത്തിരിയേ ഉപയോഗിക്കാൻ പാടും. നമ്മൾ എത്ര വിവരങ്ങൾ നോക്കിയാൽ മതി. പള്ളിയിൽ അടുത്ത വെള്ളിയാഴ്ച നാളെ തങ്ങളിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ഒതു എടുക്കാൻ കയറുന്നവർ ഒതു എടുക്കുന്ന ഭാഗങ്ങൾ നോക്കിയാൽ മതി. ഞാനിത് പറയുന്നത് ഇതൊരു സുന്നത്താണ്. ഒതു എടുക്കുമ്പോൾ ചറപറാന്ന് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടോ? നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്താൽ പോരെ എന്നുള്ളിടത്താണ് പ്രകൃതിയുടെ ഒരു രമണീയത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അപ്പൊ മനുഷ്യനത് പഠിച്ചവനെ ഏൽപ്പിച്ചു. മനുഷ്യനാണ് പഠിച്ചവന്റെ ഡെലിഗേറ്റ്സ്,
അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്. ദൈവത്തിന്റെ ഡെലിഗേറ്റ് മനുഷ്യനാണ് ഭൂമിയിൽ. അപ്പൊ മനുഷ്യനാണ് ഇത് കാത്തു സൂക്ഷിക്കാനുള്ളത്. ഒരു നായക്ക് നിയമമില്ല, ഒരു സിംഹത്തിന് നിയമമില്ല. കാരണം അതിന് നിയമം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മറിച്ച് അതിനെ പോറ്റുന്ന മനുഷ്യനാണ് ഈ നിയമങ്ങൾ ഓരോന്നുള്ളത്. അപ്പൊ അത് ഗൗരവതരമാണ്. മനുഷ്യൻ എന്തോ പടച്ചോൻ കൊടുത്തിട്ടുണ്ട്, മനുഷ്യനെന്തോ അധികാരങ്ങളുണ്ട്, മനുഷ്യനെന്തോ കടപ്പാടുകളും ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളും കടപ്പാടുകളും ദൈവത്തോട് നിശ്ചയിക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദീനു അന്നസീഹ എന്നുള്ളത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ നസീഹത്തിനെ ഏറ്റെടുക്കാൻ മനുഷ്യന്റെ നിർബന്ധമായി പുലർത്തേണ്ട എല്ലാ സ്വാരസ്യങ്ങളെയും ഏറ്റെടുക്കാനുള്ള കരുത്താണ് സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. പള്ളിയിൽ കൂടുന്ന സത്യവിശ്വാസികൾക്ക് ആ ഹൃദയവിശാലത രൂപപ്പെടണം എന്നുള്ളിടത്താണ് പള്ളിയുടെ ഇത്രയും മനോഹാരിത നിങ്ങൾ ഒരു കാവ്യമായി ഈ തൊടുവളപ്പ് ഈ മഹലിന്റെ ഈ പള്ളിയെ നിങ്ങൾ ഒരു കാവ്യമായി, ഒരു കവിതയായി നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ആ കവിതയിൽ സ്നേഹമുണ്ട്, അനുകമ്പയുണ്ട്, ആർദ്രതയുണ്ട്, സ്വാരസ്യമുണ്ട്. അസ്വാരസ്യങ്ങളെ തല്ലിത്തകർക്കുന്ന സ്നേഹത്തിന്റെ അതിവിശാലമായിട്ടുള്ള വ്യാപ്തിയുള്ള ഒരിടം ഈ പള്ളിയിലുണ്ട്. അങ്ങനെ ഈ പള്ളി എന്നും ഖിയാമം വരെ പരിലസിക്കുന്ന ഒരു പള്ളിയായി മാറട്ടെ എന്നും, ഈ പള്ളിക്ക് ഈ ചുറ്റുപാടുകളെ സൗഹൃദത്തിന്റെ നല്ല നൂലിൽ കോർത്തു വെക്കാനുള്ള കരുത്തുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ചടങ്ങിന് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണിന് കുളിർമയേകും വിധത്തിൽ നമ്മുടെ മസ്ജിദിന് പെയിന്റിംഗ് നിർവഹിച്ച പ്രിയപ്പെട്ട പെയിന്റർ കുഞ്ഞമ്മദ് എടച്ചേരി, അദ്ദേഹത്തിനുള്ള ഗിഫ്റ്റ് ബഹുമാനപ്പെട്ട ഇസ്മായിൽക്ക നൽകും. പെയിന്റർ കുഞ്ഞമ്മദ്ക്ക് ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട അറബിക് അധ്യാപകൻ മുസ്താഖ് മാസ്റ്റർ പറയുന്നില്ല, രണ്ടുവരി പാടും. അതിനു മുമ്പ് നമ്മുടെ QNDMRC-യുടെ ഒരു ലോഗോ പ്രകാശനമാണ്. പ്രിയപ്പെട്ട ഇസ്മായിൽക്ക ലോഗോ കൂടി നിർവഹിച്ചു. മുസ്താഖ് മാസ്റ്റർ ഹലോ, പ്രിയപ്പെട്ട ഇതിന്റെ ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട ഇസ്മായിലിക്ക, അതുപോലെ തന്നെ മുജീബ്, അതുപോലെ സുരേഷ് മാഷ്, മറ്റു ഇതിന്റെ സംഘാടകരെ, മനോഹരമായ ഈ ദിവസം തൊടുവളപ്പിലെ എല്ലാവരും ആഗ്രഹിച്ച് കാത്തിരുന്ന ഈ ദിനത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മുടെ മുന്നിലേക്ക് പെയ്തിറങ്ങുന്ന ഈ അവസരത്തിൽ രണ്ടുവരി പാടാം. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം വേഷങ്ങൾ, ഏതെല്ലാം ഭാഷക്കാർ ഭാരതത്തിൽ, അതുപോലെതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. പകയും അസൂയയും പലവിധ ചിന്തയും, പകയും അസൂയയും പലവിധ ചിന്തയും, പതിവാക്കാതോറ്റ
മനസ്സുമായി നമ്മള് പരിശുദ്ധരായാൽ ജയിച്ച് പോയി. പകയും അസൂയയും പല ഭേദ ചിന്തയും പതിവാക്കാതോറ്റ മനസ്സുമായി നമ്മള് പരിശുദ്ധരായാൽ ജയിച്ച് പോയി. അങ്ങനെ പരിശുദ്ധരായി ജീവിക്കുന്ന, അതിനെ പരിശീലിപ്പിക്കുന്ന ഒരിടമായി നമ്മുടെ പള്ളി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. റിസപ്ഷന്റെ പറയാം. റിസപ്ഷൻ സ്റ്റാർട്ടിങ് ഹലോ. ഇൻഷാ അള്ളാ നമ്മുടെ അടുത്ത സെക്ഷൻ കൃത്യം മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. മജ്‌ലിസുൻ നൂറിന്റെ സദസ്സാണ്. സ്ത്രീകളൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, കൃത്യസമയത്ത് തന്നെ എല്ലാവരും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. അധികം വൈകാതെ തന്നെ പരിപാടി തുടങ്ങണം. മജ്‌ലിസുൻ നൂർ സെക്ഷൻ കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട ഷുഹൈബുൽ ഹൈതമി ഉസ്താദിന്റെ പ്രഭാഷണം ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റു പരിപാടികളൊക്കെ നമുക്ക് നടത്തേണ്ടതുണ്ട്. സമയബന്ധിതമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇൻഷാ അള്ളാ എല്ലാ ആളുകളും കൃത്യസമയത്ത് തന്നെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ യോഗത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട TV റൌഫ് കെ അധ്യക്ഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. വളരെ ഹ്രസ്വമായ കാലയളവിൽ വളരെ ഭംഗിയായി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ത്രിദിന പരിപാടിയുടെ രണ്ടാം ദിവസമായ ഈ ബഹുജന സംഗമത്തിൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർക്ക് വളരെ ഹൃദ്യമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സംരംഭം, ഈ വേദി വളരെ ഭംഗിയായി നിയന്ത്രിച്ച, ആദ്യാവസാനം നിയന്ത്രിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് സൽമാനും വളരെ ഹൃദ്യമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ സംരംഭത്തിന്, ഈ ഒരു വേദിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച എല്ലാ മഹൽ വ്യക്തികളെയും ഒരിക്കൽ കൂടി വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും നന്ദി അറിയിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ സമ്മതത്തോടുകൂടി ഈ യോഗം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.